ഉണ്ണി ബാലകൃഷ്ണൻ, വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കങ്ങളല്ലേ ഇത് രണ്ടും? നോക്കൂ, 44 ദിവസത്തെ ഇലക്ഷൻ എക്സസൈസാണ് ഇന്ത്യ എന്ന് പറയുന്ന ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ജനാധിപത്യ രാജ്യത്ത് കഴിഞ്ഞ 44 ദിവസങ്ങളായി നടന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് ഇതായിപ്പം അവസാനമായിരിക്കുന്നു. ജൂൺ 4-ാം തീയതി വോട്ടെണ്ണലോടുകൂടി തന്നെ എല്ലാ വാശിയും അവസാനിപ്പിക്കണം. കാരണം അത്രയേറെ വാശിയേറിയ തെരഞ്ഞെടുപ്പായിരുന്നു, പലതരത്തിലുള്ള ആശയങ്ങൾ ഏറ്റുമുട്ടിയ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ NDA ഒരു മുന്നണി എന്നുള്ള നിലയ്ക്ക് 293 സീറ്റുകളുമായി അധികാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 3-ാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേക്ക് വരുമ്പോൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് ഈ സമയത്ത് ഈ സർക്കാരിനെ നോക്കിക്കാണേണ്ടതുണ്ട്. നിശ്ചയമായും ഒരു മുന്നണി സർക്കാർ എന്ന് പറയുമ്പോൾ ഒട്ടേറെ പ്രതിസന്ധികൾ ആ സർക്കാരിന് ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് UPA കാലത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, അതിനു മുമ്പ് VP സിംഗിൻ്റെ കാലത്ത് കണ്ടിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, ജനതാ മന്ത്രിസഭയുടെ കാലത്ത് പോലും നമ്മൾ അത്തരത്തിലുള്ള സംഘർഷങ്ങൾ കണ്ടിട്ടുണ്ട്. ജനതാ മന്ത്രിസഭയിലുണ്ടായ സംഘർഷങ്ങളുടെ ഭാഗമായിട്ടാണ് 2 വർഷം കഴിഞ്ഞപ്പോൾ അവർക്ക് പുറത്തേക്ക് പോകേണ്ടി വന്നത്. അതുപോലെ 96 ഐക്യമുന്നണി സർക്കാർ ഉണ്ടായി, അതും 2 വർഷം കൊണ്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത്. പിന്നീട് UPA NDA വലിയ രീതിയിൽ 6 വർഷം വാജ്പേയിയുടെ നേതൃത്വത്തിൽ സർക്കാർ ഉണ്ടാക്കി തെളിയിച്ചിട്ടുണ്ട് എങ്ങനെയാണ് മുന്നണി സർക്കാർ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത്. UPA 10 വർഷം എങ്ങനെയാണ് മുന്നണി സർക്കാർ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് തെളിയിച്ചിട്ടുണ്ട്. ആ അർത്ഥത്തിലൊക്കെ മുന്നണി സർക്കാരുകൾ വിജയമായ ചരിത്രമാണ് നമുക്കുള്ളത്. എന്തായാലും നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം BJPയെ സംബന്ധിച്ചിടത്തോളം അഭിമാനാർഹമായൊരു നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എങ്കിലും 3-ാം തവണയും അധികാരത്തിൽ വരുന്നു എന്നുള്ള ശക്തമായൊരു നേട്ടം തന്നെയാണ്. ആ നേട്ടത്തെ പോസിറ്റീവായി കാണേണ്ടതുണ്ട്. ഒരു പുതിയ മന്ത്രിസഭ വരുമ്പോൾ നിശ്ചയമായും രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്ത് രാജ്യം ഇന്നൊട്ടേറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു. അതുകൊണ്ട് പ്രതീക്ഷയോടുകൂടിയാണ് എല്ലാവരും നോക്കിക്കാണുന്നത്. ചില സ്വാരസ്യങ്ങൾ തുടക്കത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മുന്നോട്ട് പോകുമ്പോൾ അതിനെയൊക്കെ സമവായത്തിലൂടെ നേരിടും എന്നാണ് പ്രധാനമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം NDAയുടെ സമ്മേളനത്തിൽ പറഞ്ഞത്. ആ അർത്ഥത്തിൽ വളരെ പ്രതീക്ഷയോടുകൂടി ഇന്ത്യ ഈ പറയുന്ന ഇന്നത്തെ ദിവസത്തെ നോക്കിക്കാണേണ്ടതുണ്ട്. വരാനിരിക്കുന്ന സർക്കാർ നല്ല നാളെകളെ ഇന്ത്യ രാജ്യത്തിന് സംഭാവന ചെയ്യട്ടെ എന്നാണ് നമുക്ക് ആദ്യം പറയാം. തീർച്ചയായിട്ടും നരേന്ദ്രമോദി സർക്കാരിന് നമ്മളുടെ അഭിനന്ദനങ്ങളും ആശംസകളും അഡ്വാൻസ് ആയിട്ട് തന്നെ നമ്മൾ അറിയിക്കുകയാണ്. ഒരു വരാൻ പോകുന്ന വളരെ പ്രതികൂലമായ ഒരു കാലാവസ്ഥയിൽ പോലും പിടിച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കട്ടെ. ലോകമെമ്പാടും ഭരണാധികാരികൾക്ക് മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ കാറ്റുകൾക്കൊന്നും ചായാതെ വീഴാതെ നരേന്ദ്രമോദി വീണ്ടും ജയിച്ചു വന്നിരിക്കുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം BJPക്ക് ഒറ്റയ്ക്ക് ലഭിച്ചില്ലെങ്കിലും നരേന്ദ്രമോദി അത്രമേൽ ദുർബലനൊന്നുമല്ല. പക്ഷേ എങ്കിലും സഖ്യകക്ഷികൾക്ക് വഴങ്ങിയുള്ള ഭരണം അതെങ്ങനെയുണ്ടാകും എന്നതാണ് നമ്മൾ ഉദ്വേഗപൂർവ്വം കാത്തിരിക്കുന്നത്. BJPയെ സംബന്ധിച്ച് BJP എന്താ പറയുക, പരാജയങ്ങളിൽ നിന്ന് പാഠം പഠിക്കുന്നുണ്ട്. ഏത് ഫോർമുലയാണ് പരാജയപ്പെട്ടത്, ആ ഫോർമുല ഇനി പ്രയോഗിക്കാതെ മറ്റൊരു തരത്തിലേക്ക് അത് മാറും. അത് തന്ത്രപരമായി മുന്നോട്ട് കൊണ്ടുവരാനും അതുവഴി വിജയം നേടാനുമുള്ള ഒരു രീതി BJPക്ക് ഉണ്ട്. ന്യൂ ഇന്ത്യ, ഡെവലപ്ഡ് ഇന്ത്യ, ആസ്പിറേഷണൽ ഇന്ത്യ. പുതിയ NDA സർക്കാരിന്റെ മുദ്രാവാക്യങ്ങളാണ് ന്യൂ ഇന്ത്യ, ഡെവലപ്ഡ് ഇന്ത്യ, ആസ്പിറേഷണൽ ഇന്ത്യ. ഈ ഇന്ത്യക്ക് വേണ്ടിയുള്ള ഒരു സർക്കാർ രൂപീകരിക്കാൻ ഇനി മിനിറ്റുകൾ മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിനോടൊപ്പം തന്നെ രാഷ്ട്രപതി ഭവനിലെ ഒരുക്കങ്ങൾ, അവിടേക്ക് എത്തുന്ന അതിഥികൾ, ഈ ദൃശ്യങ്ങളെല്ലാം പ്രേക്ഷകരിലേക്ക് റിപ്പോർട്ടർ TV സമഗ്രമായി എത്തിക്കും. ഞങ്ങളുടെ പ്രതിനിധി നോബൽ മാരിക്കാരനും ഒപ്പം ശരത് K ശശിയും രാഷ്ട്രപതി ഭവനിൽ നിന്നുകൊണ്ട് ഈ ദൃശ്യങ്ങളും ഒപ്പം തന്നെ വാർത്തയും പ്രേക്ഷകർക്കൊപ്പം എത്തിക്കും. ഈ നിമിഷത്തിൽ ഏറ്റവും ഉദ്വേഗജനകമായ ചോദ്യം, കഴിഞ്ഞ മന്ത്രിസഭയിൽ എത്ര പേർ ഇത്തവണ പുതിയ മന്ത്രിസഭയിൽ ഉണ്ടാകും, ആരൊക്കെ ഒഴിവാക്കപ്പെടുന്നു, ആരൊക്കെയാണ് പുതുമുഖങ്ങൾ, കേരളത്തിൽ നിന്ന് ജോർജ് കുര്യൻ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആകുന്നു എന്നതുപോലെ മറ്റേതെങ്കിലും സർപ്രൈസുകൾ ഇനിയുണ്ടോ, വകുപ്പുകൾ ഏതായിരിക്കും എന്ന ചോദ്യങ്ങളടക്കം ഒട്ടേറെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്. നമ്മളുടെ സുരേഷ് ഗോപി ആക്ഷൻ ഹീറോ മിനിസ്റ്ററായി എത്തുമ്പോൾ ഏത് വകുപ്പായിരിക്കും സുരേഷ് ഗോപി കൈകാര്യം ചെയ്യുക എന്ന ചോദ്യവും പ്രസക്തമാണ്.